ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് ബിഗിനറായിട്ട് വരുന്നവർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം. കാരണം യൂട്യൂബിന്റെ ക്രൈറ്റീരിയയിൽ ചെറിയൊരു ഇളവ് വരുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഇളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനറായിട്ട് വരുന്നവർക്ക് നല്ല രീതിയിൽ ഏണിങ്സ് സമ്പാദിക്കാൻ പറ്റുന്ന നല്ലൊരു ഇളവ് തന്നെയാണ് യൂട്യൂബ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തും കാണിച്ചു തരാം. ഇവിടെ റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ പൈസ സമ്പാദിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരികയാണ്. കാരണം ഇതുപോലെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല. ഇത് നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് 10 രൂപ കിട്ടുന്നതിൽ തീർച്ചയായിട്ടും എന്നെ പോലെയുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സിന് സന്തോഷം തന്നെയാണ്. അതായത് യൂട്യൂബ് ചാനലിന്റെ ടിപ്സും ട്രിക്കും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് 10 രൂപ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അവർ മുഖാന്തരം എനിക്ക് ഇതിലൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ പോലെയുള്ളവർ ഇത്തരത്തിൽ തൊണ്ടയത്ത് വെള്ളം വറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇങ്ങനെയുള്ള ട്രിക്കും കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടും. ബിഗിനറായിട്ട് വരുന്നവർക്കാണ്. കാരണം യൂട്യൂബിന്റെ ക്രൈറ്റീരിയ നിങ്ങൾക്ക് അറിയാം. 1000 സബ്സ്ക്രൈബർ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടാണ് ഫുൾ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ. ഇതിൽ ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ട്. 500 സബും 3000 വാച്ച് അവറും, അല്ലെങ്കിൽ 500 സബും 3 മില്യൺ വ്യൂസും. ഫുൾ ക്രൈറ്റീരിയ എന്താണ്? അതിൽ 1000 സബ്സ്ക്രൈബറും 10 മില്യൺ വ്യൂസും ഷോർട്സ് ആണെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ള ക്രൈറ്റീരിയ ഫുൾ വാച്ച് അവറിന്റെ ക്രൈറ്റീരിയ ആണെങ്കിൽ 1000 സബും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പൊ ഇത് കടക്കാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അതായത് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഇവരൊക്കെ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാണ്ട് ഏണിങ്സ് കിട്ടുന്നില്ല, ഇതിൽ ഒരു ചടപ്പാണെന്നൊക്കെ തോന്നിയിട്ടിരിക്കുന്നവരുണ്ട്. പൊതുവെ ഇപ്പൊ വ്യൂസിന്റെ കുറവും എല്ലാം കൊണ്ട് ഒരുപാട് പേര് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് അറിയാൻ പറ്റും. കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് വാട്സപ്പ് ത്രൂ, എങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി, വളരെ മോശമാണെന്നൊക്കെ. അപ്പൊ ഈ മോശം സിറ്റുവേഷൻ എന്തായാലും നമ്മൾ മറികടക്കും. എല്ലാ ടൈമും ഒരുപോലെ തന്നെ ആയിരിക്കില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മറികടക്കും. നമ്മൾ അതിന് കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോസ് ഇടുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ. അത് തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മളൊരു യൂട്യൂബിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഇതിൽ നേടണം, നമ്മൾ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയ, അതായത് ഈ ഒരു 500 സബ്സ്ക്രൈബർ മതി, ഹാഫ് മോണിറ്റൈസേഷൻ ആയാൽ മതി എന്ന് പറയാൻ കാരണം, ഹാഫ് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആഡ്സെൻസ് നിങ്ങൾക്ക് ലിങ്ക് ആയിട്ടുണ്ടാവും, നിങ്ങളുടെ ചാനലായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും. ഈ ആഡ്സെൻസ് ത്രൂ ആണ് യൂട്യൂബ് പൈസ തരുന്നത്. ആഡ്സെൻസ് അപ്രൂവൽ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് പൈസ നേടാൻ പറ്റുള്ളൂ. ഇത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്ന സംവിധാനമാണ്. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തന്നെ നിങ്ങൾക്കറിയാം, ആമസോണിന്റെ, അതുപോലെ ഫ്ലിപ്കാർട്ടിന്റെ, മിന്ത്ര, അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ. ഇവരുടെയൊക്കെ നമ്മൾ ലിങ്ക് എടുത്ത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ ടാഗിലോ അല്ലെ കമന്റ് ബോക്സിലോ ഒക്കെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അവര് തരണം ഒരു വരുമാനം അല്ലെ. ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് മിന്ത്രയുണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, 2 ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വഴി, അതായത് കമ്മീഷൻ ത്രൂ ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് അത് ആഡ്സെൻസ് ത്രൂ കിട്ടും. യൂട്യൂബ് വരുമാനത്തോടു കൂടി തന്നെ കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബ് വരുമാനം ആയില്ലെങ്കിലും ഇതിന്റെ സെപ്പറേറ്റ് വരുമാനം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഇത് ബിഗിനറായിട്ട് വരുന്നവരെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി യൂട്യൂബ് ഇത്തരത്തിൽ ഈ ഒരു ഇളവ് കൊടുക്കുന്നതും. 500 സബ്സ്ക്രൈബർ മതി, ബാക്കി നിങ്ങളുടെ ഹാഫ് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഷോർട്സിൽ ഉപയോഗിക്കാം, ലോങ് വീഡിയോയിൽ ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഷോർട്സ് വീഡിയോ ഞാനിവിടെ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് അത് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇവിടെ കണ്ടോ, ഒരു ക്ലോക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വീഡിയോ ഫേമസ് ആണ്, നിങ്ങൾ എല്ലാവരും കാണുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഇതിൽ ക്ലോക്കിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷെ ഇവർ ഒരിക്കലും ഇതിൽ സമയം പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ഈ ക്ലോക്ക് എടുക്കൂ അല്ലെങ്കിൽ ഈ ക്ലോക്കിന്റെ റിവ്യൂ ആണെന്നുള്ള രീതിക്ക് കാണിക്കുന്നില്ല. പക്ഷെ ആ ഒരു വീഡിയോയിലെ ക്ലോക്ക് കാണിക്കുന്നുണ്ട്. ഇത് നമ്മളൊരു ഈ ടാഗ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്ത് സാധനത്തെ കുറിച്ചാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കണം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കാര്യം ആ വീഡിയോയിൽ ഉൾപ്പെടുത്തണം. അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ സാധിക്കില്ലെങ്കിലും അതേപോലെയുള്ള സാധനം വെച്ചിട്ട് നമുക്ക് ടാഗ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഈ ഒരു പർപ്പസായി എടുക്കുക. അതായത് ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ആ ഒരു ഐഡിയ ഉണ്ടല്ലോ, ഓരോരുത്തരുടെ ഐഡിയ നിങ്ങൾക്ക് അത് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. വീഡിയോക്ക് വ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് ഏണിങ്സ് ആയി കിട്ടും. അതിൽ ഈ ക്ലോക്കിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ സമയത്തിന്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ ക്ലോക്ക് നോക്കുക. ഈ പെൺകുട്ടിന്റെ ബാക്കിൽ ആ ക്ലോക്ക് കണ്ടോ, വേണ്ട ഈ സൈഡ് ഡിസ്ലൈക്ക് ബട്ടന്റെ. ഞാനത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ആ ബാക്കിൽ കണ്ടോ ക്ലോക്കിന്റെ. എനിക്ക് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ഇവരുടെ വീഡിയോ എടുക്കുന്നത്. കാരണം എൻ്റെ ഓഡിയൻസിന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. എല്ലാവർക്കും ഈ പ്രൊഡക്റ്റ് പോയി വാങ്ങി ബൈ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് ഇങ്ങനെ. ഇപ്പൊ ഞാൻ ഈ മൈക്കിന്റെ ഞാൻ എന്തായാലും അഫിലിയേറ്റിന്റെ ആ ലിങ്ക് ഇവിടെ ഇടും. ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ടാഗ് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാപ്പോഴും പറഞ്ഞു നടക്കാൻ സാധിക്കില്ല. അപ്പൊ
നമ്മളിത് ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ വീഡിയോയിൽ കാണിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ആ പ്രൊഡക്റ്റിനെ വെക്കാം. ഇപ്പൊ മൊബൈലിന്റെ ആണെങ്കിൽ ഈ മൊബൈൽ എനിക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇത് നല്ലൊരു മൊബൈലാണ്, വെറുതെ ജസ്റ്റ് ഒന്ന് ഇത് ഈ മൊബൈലിനെ കുറിച്ച്, മൊബൈൽ ഏത് കമ്പനി ഇതൊന്നും പറയണ്ട, മൊബൈൽ നല്ല മൊബൈലാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം. ഞാൻ വീഡിയോയിൽ പറയുകയും ചെയ്തു, അത് വീഡിയോയിൽ കാണിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ഇതെന്താണ് അറിയാം ഇത്രയും വിശദമായി പറയാൻ കാരണം, ഈ അഫിലിയേറ്റിംഗ് പ്രോഗ്രാമിന്റെ ഈ ഒരു ടാഗ് പ്രൊഡക്റ്റ് ചെയ്യുന്നതിൽ ഈ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇത് വന്നതാണ് പെട്ടെന്ന്. ആ ബോട്ടിൽ ഇട്ടു, പക്ഷെ ഇവിടെ കണ്ടോ ബോട്ടിൽ ടാഗ് ചെയ്തിരിക്കുന്ന വേറെ 2 ബോട്ടിൽ അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ 2 ബോട്ടിൽ ആ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ആ ബോട്ടിലിനെ കുറിച്ച് ഇവിടെ ഒന്നും പറയില്ല, ആ ബോട്ടിൽ അവിടെ കാണിച്ചിട്ടുണ്ട്. ആ ബോട്ടിൽ തന്നെ ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റിനെ ബൈ ചെയ്യണം എന്നുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അത് ബൈ ചെയ്യാം. അപ്പൊ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആ ബോട്ടിലിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല, അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അവരൊരു കോമഡി പോലെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീഡിയോയിൽ കാണിക്കണം, പ്രൊഡക്റ്റിന് വീഡിയോയിൽ കാണിക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയണം. ഇത് പറയാൻ ഇതിന്റെ ടാഗ് പ്രൊഡക്ഷൻ നമ്മുടെ ഇതിലെല്ലാം നമ്മൾ എഗ്രി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ മൊബൈൽ നിർത്തുകയാണ്, ബാക്കിയുള്ള കാര്യം ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതായത് എങ്ങനെയാണ് ടാഗ് പ്രൊഡക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു 2 വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഉദാഹരണ സഹിതം കാണിച്ചു തന്നത്, ഇതില് ആ പ്രൊഡക്റ്റ് അവിടെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഇതില്. ഈ ഒരു ക്രൈറ്റീരിയയില്, അതായത് ഈ ഒരു ടാഗ് പ്രൊഡക്ഷൻ ചെയ്യുന്നതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാണ്ടോ കാണിക്കാണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുക്കാണ്ടോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് ഒന്നും ഇല്ലാണ്ട് നമ്മൾ, അതായത് പലവരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, അവർക്ക് തോന്നിയ പോലെ കമ്മീഷൻ കൂടുതൽ കിട്ടും എന്ന് കരുതിയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വയലേഷൻ ആണ്. നിങ്ങളുടെ വീഡിയോയ്ക്ക് അതായത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യേണ്ട ഓപ്ഷൻ യൂട്യൂബ് എടുത്തു മാറ്റുന്നതായിരിക്കും. ആ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ബിഗിനറായിട്ട് വരുന്നവർക്ക് ഈ ഒരു കാര്യം അറിയത്തില്ല, അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്, ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പൊ 500 സബ്സ്ക്രൈബറായി, ആപ്പ് മോണിറ്റൈസേഷനായി, എന്നിട്ട് ഇത് എവിടെയാണ് എനിക്ക് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് നോക്കിക്കാണ്ടത് എന്നുള്ളവർക്ക് ഞാനിവിടെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ കാണിച്ചു തരാം. ഇവിടെ ഒരു ചാനൽ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട്, ഒരു യൂട്യൂബ് ചാനൽ. 3055 സബ് ഉണ്ട്, എന്നാലും വലിയ ചാനലാണ്, എന്നിരുന്നാലും 500 സബ് മതിയിട്ടാ. അപ്പൊ ഈ ചാനലിന്റെ ഏൺ എന്നുള്ള പേജ് ഇവിടെ കണ്ടോ, ഇവിടെ ഏൺ എന്നുള്ള പേജ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഏൺ എന്നുള്ള ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് കണ്ടോ സൂപ്പർ ഷോപ്പിംഗ് എന്നുള്ള ഫീച്ചറിൽ ക്ലിക്ക് ചെയ്യുക. ജോയിൻ അഫിലിയേറ്റ് പ്രോഗ്രാം ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾ ടേൺ ഓൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ടേൺ ഓൺ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പേജാ വരിക. ഇതിൽ കണ്ടിന്യൂ, ഇവിടെ ഏറ്റവും താഴെ കോർണറിൽ കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ അഫിലിയേറ്റ് പ്രോഗ്രാം എഗ്രിമെന്റ് വരും. ഈ എഗ്രിമെന്റ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത ശേഷം ഈ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക, ആ കോളത്തിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം ജോയിൻ പ്രോഗ്രാം എന്ന് കോർണറിൽ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ് സൈഡ് ആയിട്ട് കാണാം, അതിൽ ജോയിൻ പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പേജ് വരും. ഇതിലൊന്നും ചെയ്യേണ്ട, കണ്ടിന്യൂ, ഇവിടെ ടിക്ക് മാർക്ക് ഓൾറെഡി ഉണ്ടാവും, അതിൽ കണ്ടിന്യൂ എന്ന് കൊടുത്താൽ മതി. ഈ കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പേജ് വരും. ഇതിൽ വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇതിൽ ട്രൈ ഇറ്റ് ഔട്ട്, ഓക്കെ, ട്രൈ ഇറ്റ് ഔട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ മോണിറ്റൈസേഷൻ പേജ് വരും. അതായത് പേജ് ഞാൻ കാണിച്ചു തരാം. ഏണെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഷോപ്പിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ അനലിറ്റിക്സ് കാണാൻ പറ്റും. റവന്യൂ, ടോട്ടൽ, സെയിൽ, അതായത് ഓർഡർ, പ്രൊഡക്റ്റ് ക്ലിക്ക്, ഇതെല്ലാം കാണാൻ പറ്റും. ഇത് എത്ര പേര് ക്ലിക്ക് ചെയ്തു, നിങ്ങൾ ഓരോ പ്രൊഡക്റ്റും നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള വ്യൂവേഴ്സ് ബൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്ര പേര് ക്ലിക്ക് ചെയ്തു, എത്ര പേര് ഓർഡർ അത് വാങ്ങിയിട്ടുണ്ട്, എത്ര കമ്മീഷൻ കിട്ടും, എല്ലാ കാര്യവും ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഏണിങ്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ ഒരു അഫിലിയേറ്റിംഗ് പ്രോഗ്രാം ഇത്തരത്തിൽ ചെയ്തിട്ട് ടാഗ് പ്രൊഡക്റ്റ് ചെയ്ത് ഒരുപാട് പേര് ബൈ ചെയ്തു, അതിന്റെ ഏണിങ്സ് ഇവിടെ കാണിക്കും. പക്ഷെ ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിക്കും, അതിന്റെ അടുത്ത മാസം തന്നെ ഈ സാധനം ബൈ ചെയ്ത് എനിക്ക് $200-300 എനിക്ക് അടുത്ത മാസം പേയ്മെന്റ് കിട്ടും എന്ന് അങ്ങനെ പ്രതീക്ഷിക്കരുത്. ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്താലും ഈ ബൈ ചെയ്താലും ഒരുപാട് പേര് ഈ പ്രൊഡക്റ്റ് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാറുണ്ട്. അപ്പൊ റിട്ടേൺ ചെയ്യുമ്പോൾ ഇതിന്റെ കമ്മീഷൻ നമുക്ക് കിട്ടില്ല. അപ്പൊ ഈ റിട്ടേൺ ചെയ്യോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് ആ ഒരു കമ്പനി നമുക്ക് ഗൂഗിൾ ആഡ്സെൻസ് ത്രൂ നമ്മുടെ ഏണിങ്സ് അപ്ഡേറ്റ് ആകുള്ളൂ. നമ്മുടെ അനലിറ്റിക്സിൽ ഏണിങ്സ് കാണിക്കും, ഇത്ര ഡോളർ ഉണ്ട്, $200 ഉണ്ട് എന്ന്. പക്ഷെ ആ $200 അതിന്റെ അടുത്ത മാസം കയറണമെന്നില്ല. ഏകദേശം 3 മാസത്തിന് ശേഷമൊക്കെ ഈ ഒരു ഏണിങ്സ് കിട്ടത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കണം. ഏണിങ്സ് പക്കയാണ്. നിങ്ങളുടെ സാധനം എത്രത്തോളം ബൈ ആവുന്നോ അതിനനുസരിച്ച്, നിങ്ങൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നത് എത്രത്തോളം ബൈ ആവുന്നോ അതിന്റെ ഏണിങ്സ് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ ഇങ്ങനെയാണ്, ഈ നമ്മളിപ്പോൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങി നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് നമ്മൾ തിരിച്ച് റിട്ടേൺ അയക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഫണ്ട് തിരിച്ചു തരും, അല്ലെങ്കിൽ അതിനനുസരിച്ച് വേറെ പ്രൊഡക്റ്റ് വാങ്ങും, അല്ലെങ്കിൽ ആ ഒരു സാധനം ഡാമേജ് ആണ് അവർ വേറെ വാങ്ങും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു
ടൈം പീരീഡ് കഴിഞ്ഞിട്ടാണ് ഈ ക്യാഷ് നമുക്ക് കയറത്തുള്ളൂ, നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറത്തുള്ളൂ. ആരൊക്കെ ജെന്യൂൻ ബൈ ചെയ്തവരുണ്ടെങ്കിൽ അതിന്റെ കമ്മീഷൻ ബേസ് നമുക്ക് ഏണിങ്സ് എന്തായാലും ആഡ്സെൻസ് ത്രൂ കയറും, അത് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് പറയാൻ കാരണം ഒരുപാട് പേര് $200 ഉണ്ട്, $300 ഉണ്ട്, ഇത് എനിക്ക് ആഡ്സെൻസിൽ കയറുന്നില്ല, എന്റെ എന്തോ സ്റ്റക്ക് ആയിരിക്കുകയാണ്, എന്റെ ചാനലിന്റെ എന്തോ പ്രോബ്ലം കൊണ്ടാണ്, ഇങ്ങനെയൊക്കെ ഡൗട്ട് അടിക്കാറുണ്ട്. നമ്മുടെ ബിഗിനറായിട്ട് വരുന്ന ഒരുപാട് പേർക്ക് പല ഡൗട്ടുമാണ്. അപ്പൊ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നത്. ഏണിങ്സ് നിങ്ങൾക്ക് 3 മാസത്തിന് ശേഷം ഇത് ആഡ്സെൻസിലൂടെ കയറുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ അടുത്ത മാസം തന്നെ കിട്ടും ഈ പൈസ ബൈ ചെയ്തതും മറ്റുള്ളവർ ബൈ ചെയ്തതും കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കരുത്. അതിന് ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഈ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഈ ഒരു ക്രൈറ്റീരിയയിൽ ഇത്തരത്തിൽ 500 സബും മുതൽ 500 സബും ബാക്കി ഹാഫ് മോട്ടിവേഷൻ കംപ്ലീറ്റ് ആയതിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെയെല്ലാം ഏണിങ്സ് നേടാൻ പറ്റും. പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവ്യൂ ചെയ്തിട്ടും ഈ ഒരു സംഭവം ടാഗ് പ്രൊഡക്റ്റ്, അതായത് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് യൂട്യൂബിലൂടെ കിട്ടിയിരിക്കുന്നത്. ഇതിലൂടെ ഒരുപാട് പേര് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത് പറയാൻ കാരണം എൻ്റെ അടുത്ത് വാട്സപ്പിൽ $300 $500 ഒക്കെ ഉണ്ടാക്കിയവരുണ്ട്. എൻ്റെ അടുത്ത് ഇത്തരത്തിൽ ഒരുപാട് പേര് ഫുൾ മോണിറ്റൈസേഷൻ ആവാണ്ട് ഇത് മാത്രം മിന്ത്രയിലൂടെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലൂടെ ഒരു പ്രൊഡക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ആ പ്രൊഡക്റ്റ് തന്നെ വാങ്ങണമെന്നില്ല, അതിലൂടെ വേറെ ഒരു പ്രൊഡക്റ്റിലോട്ട് പോയാലും അതിന്റെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതിലുള്ള ഒരു ഗുണം. ഈ പ്രൊഡക്റ്റുകൾ ടാഗ് ചെയ്യുമ്പോൾ വ്യക്തികൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ തന്നെ വരണം എന്നില്ല, വേറെ ഏത് പ്രൊഡക്റ്റ് അവർ പർച്ചേസ് ചെയ്താലും ബൈ ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും വീഡിയോസ് ചെയ്യുമ്പോൾ ധൃതി പിടിച്ച് പോകാൻ പബ്ലിഷ് ചെയ്യാണ്ട് ഇതിന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അത് ടാഗ് ചെയ്യണം. ഞാനിപ്പോൾ അപ്പോഴേ അവരുടെ 2 വീഡിയോ അവർ പുട്ടും കുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. പുട്ടും കുറ്റി, അതായത് കടന്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ പുട്ടും കുറ്റി ഇവിടെ ആവി പറക്കുക ഹോട്ടലിന്റെ മുമ്പിൽ കൂടെ, അതടക്കം അവർ വെച്ചിട്ട് അത് ഞാൻ ആ വീഡിയോ തെരഞ്ഞു, കിട്ടിയില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രസകരമാണ്. നമ്മൾ ഇന്നത് പുട്ടും കുറ്റി അടക്കം നമുക്ക് ടാഗ് പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ പറ്റും. പുട്ടും കുറ്റി എന്താണ് സിമ്പിളായിട്ട് വല്ല ലോക്കിന്റെ പിടി, ഇപ്പൊ ഈ ലോക്കിന്റെ പിടി, എനിക്ക് ലോക്കിന്റെ പിടി നല്ല ഗോദ്രേജിന്റെ നല്ല അടിപൊളി പിടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാഗ് ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോയിൽ ഇതാ ഓക്കെ, നമുക്ക് ഗുഡ് നൈറ്റിന്റെ വീഡിയോയിലെ ബോർഡ്, റേറ്റിംഗ് ബോർഡ്, എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ കാണിക്കാൻ പറ്റും, ഞാൻ റേറ്റിംഗ് ബോർഡ് പറയുകയും ചെയ്തു വീഡിയോയിൽ. കണ്ട, എനിക്ക് പറഞ്ഞു, ഞാൻ ഇതെല്ലാം പറഞ്ഞു, ഏത് ഡോറിന്റെ പറഞ്ഞു. ഇതാണ് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്യണം എന്നുള്ള മനസ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലാണ്ട് ആളുകൾ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത, മറ്റുള്ളവർക്ക് ഒരു ദോഷവും ചെയ്യാത്ത എന്ത് കാര്യവും നിങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. ആളുകൾ ഒന്നും വിചാരിക്കില്ല. ഈ വിചാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താത്തത്. ആൾക്കാർ എന്തോ വിചാരിച്ചോട്ടെ, എന്നെ തട്ടുന്നതല്ല എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പ്രവർത്തിക്കുക കേട്ടോ. ഈ ഒരു മോട്ടിവേഷൻ തരുന്നത് പലവരും ഇപ്പോഴും ഉറങ്ങി കിടക്കുകയാണ്. ഇപ്പോഴും വീഡിയോ ഇടാനോ ചാനലിൽ ആക്റ്റീവ് ആകാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതെയൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സമയം കടന്നു പോകും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾക്ക് ആവുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം. കാരണം വീഡിയോ ഇപ്പോൾ 13 മിനിറ്റിൽ മേലെയായി. അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഇംപ്രസ് ചെയ്യാനുള്ള അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതിലും നിങ്ങൾക്ക് ചെറിയൊരു മോട്ടിവേഷനും കൂടി തരാം. കാരണം മോട്ടിവേഷൻ എന്നും നല്ലതാണ്, നല്ല കാര്യങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഊർജ്ജം കിട്ടണമെങ്കിൽ ഈ ഒരു ചാനൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലി അത്തരത്തിലുള്ളവരാണ്, ഒരുപാട് പേര് പ്രവർത്തിക്കണമെന്നുണ്ട്, ഒരു ചടപ്പും മടപ്പുമാണ്. അപ്പൊ നമുക്ക് സമയമില്ലായ്മ കൊണ്ടും നമ്മൾ സമയം ഉണ്ടാക്കിയൊക്കെ വീഡിയോസ് ചെയ്യാണ് ഇപ്പോൾ, അങ്ങനെ ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും ലെങ്ത് ആക്കുന്നില്ല, കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.